ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ബൈനറി കോഡഡ് ഡെസിമൽ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോസിൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ BCD ബൈനറി കോഡഡ് ഡെസിമലിൽ നമുക്ക് 0 to 9 വരെയുള്ള ഡിജിറ്റ്സിനെ 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 0 to 9 വരെ മാത്രമേ നമുക്കിതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എബൌട്ട് 10, 11 ആണെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കിവിടെ 9 ഉണ്ട്. 9നെ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 9ൻ്റെ 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് 1001. ഇപ്പോൾ 85 എനിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് 85 എബൌട്ട് 10 അല്ലേ, അപ്പോൾ 85 ടുഗെദർ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം കണ്ടുപിടിക്കാൻ. 8ൻ്റെ 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് എന്താണോ അത് എഴുതണം. പിന്നെ അടുത്ത് 5ൻ്റെ ബൈനറി ഇക്വലൻ്റ് 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് ഏതാണോ അത് എഴുതണം. അത് രണ്ടും ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് 85ൻ്റെ കിട്ടും. അപ്പോൾ 0 to 9 വരെ ഉള്ളത് ആ വാല്യൂസും അങ്ങനെ തന്നെ എഴുതാം, 4 ബിറ്റ് ആക്കിയിട്ട് എഴുതാം. എബൌട്ട് 10 ഉള്ളത് ഓരോ ഡിജിറ്റ്സിൻ്റെയും 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് നമ്മൾ എഴുതണം. ഇതിൽ 0 to 9 വരെയുള്ള 4 ബിറ്റ് ബൈനറി ഇക്വലൻ്റ് കൊടുത്തിട്ടുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഈ ഒരു വാല്യൂസ് മാത്രം നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചും പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണാതെ എഴുതാൻ പറ്റും. ഇതിനെ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് BCD ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 85 ആണെങ്കിൽ 8ൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, 5ൻ്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. 4 ബിറ്റ് ആയിരിക്കണം അത്. ദെൻ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, 572. അപ്പോൾ ഇത് 3 ഡിജിറ്റ് നമ്പർ അല്ലേ, ഇതിൽ ഓരോ സിംഗിൾ ഡിജിറ്റിനും ഈക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി വാല്യൂ നമ്മൾ എഴുതണം. 5ൻ്റെതാണ് 0101, 7ന് 0111, 2ന് 0010. അപ്പോൾ ഇതെല്ലാം ടുഗെദർ എഴുതുമ്പോൾ നമുക്ക് 572യുടെ BCD റെപ്രസെൻറ്റേഷൻ കിട്ടും. ഇനി BCDനെ എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 4 ബിറ്റ് ഒരുമിച്ച് വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. BCDനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഗ്രൂപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ 4 ബിറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ സീറോസ് ആഡ് ആക്കി അതിനെ 4 ബിറ്റ് ആക്കണം. അപ്പോൾ 4 ബിറ്റ് ആക്കിയിട്ട് ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഫ്രം 0 to 9 ഏതാണ് ഈക്വലൻ്റ് ആയിട്ടുള്ളത് അതെടുത്ത് എഴുതണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിൽ 10101110 ഇതാണ് നമ്പർ. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1 2 3 4 ഇതൊരു ഗ്രൂപ്പ്, 1 2 3 4 ഇതൊരു ഗ്രൂപ്പ്. ഇവിടെ 1 മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 3 സീറോസ് ആഡ് ആക്കുമ്പോൾ എനിക്ക് ഇതൊരു ഗ്രൂപ്പായിട്ട് കിട്ടി. ഈ ഗ്രൂപ്പിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് 1. ഈ ഗ്രൂപ്പിൻ്റെ ഇക്വലൻ്റ് ആണ് 5. ഈ ഗ്രൂപ്പിൻ്റെ 13 ആണ്. പക്ഷേ BCDയിൽ നമുക്ക് 13 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 0 to 9 വരെ മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് ഇൻവാലിഡ് ആണ്, എറർ കാണിക്കും. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ക്വസ്റ്റനിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഇൻവാലിഡ് ആണ്, ഇങ്ങനെ വരത്തില്ല. സിംഗിൾ ഡിജിറ്റായിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് 13 ഉണ്ട്, അപ്പോൾ അത് അവിടെ വരത്തില്ല. ഇപ്പോൾ ഇവിടെ 15 ഇത് 0 ആണെങ്കിൽ 0101 ഇത് 5 അല്ല, അപ്പോൾ ഇവിടെ 5 ഇടാം. അപ്പോൾ നമുക്ക് 155 കിട്ടും. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് എഴുതാം. എബൌട്ട് 10 കിട്ടുവാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ്, അതിന് ആൻസർ ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് BCDനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഡെസിമലിനെ BCDയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും. ഡെസിമലിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സിംഗിൾ ഡിജിറ്റിനും ഈക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി വാല്യൂ എടുത്ത് എഴുതണം. ആൻഡ് BCDനെ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ ഏതാണോ അത് എഴുതണം. അതിൽ 0 to 9 വരെ ഉള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. എബോവ് 9 വരുവാണെങ്കിൽ അവിടെ എറർ വരും. ലൈക്ക് ഒരു ഗ്രൂപ്പിൻ്റെ വാല്യൂ എബോവ് 9 വരുവാണെങ്കിൽ അത് എററാണ്. ഓരോ ഗ്രൂപ്പിൻ്റെ വാല്യൂസ് 0 to 9 ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. എബോവ് 9 വരത്തില്ല. അപ്പോൾ എബോവ് 9 വരുവാണെങ്കിൽ അത് എററായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈനറി കോഡഡ് ഡെസിമൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്